അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അള്ളാ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ ത്വഹാറത്ത് എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങൾ നോക്കുക. ആദ്യമായിട്ട് ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം? നമുക്കറിയാം അശുദ്ധി രണ്ട് വിധമാണെന്നുള്ളത്. ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നജസ്സുകളെ ശുദ്ധിയാക്കൽ. ഇങ്ങനെ രണ്ട് വിധമാണ് ശുദ്ധി എന്നുള്ളത്. അശുദ്ധി. അടുത്ത ചോദ്യം ജനാബത്ത് എന്നാൽ എന്ത്? സംയോഗം കൊണ്ടോ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാബത്ത്. വുളൂഅ് ഇല്ലാതെ മുസ്ഹഫ് ചുമക്കാം ആർക്ക്? വകതിരിവുള്ള കുട്ടികൾക്ക്. പഠന ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ നമ്മളൊക്കെ മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളാണ് പഠിക്കാൻ വേണ്ടിങ്ങാണ്ട്. രണ്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ ഖുർആനുണ്ട്. അപ്പൊ അവര് വുളൂഅ് ഒന്നും പഠിച്ചിട്ടുണ്ടാവൂല. പക്ഷെ അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി എന്താവാം? വുളൂഅ് ഇല്ലാതെ മുസ്ഹഫ് ചുമക്കാം. ഹൈള് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? നോമ്പ് നോൽക്കല്, ജിമാഅ് ചെയ്യല്, മുട്ടുപൊക്കിളിന്റെ ഇടയിൽ സ്പർശിക്കല്, ഇതൊക്കെ ഹൈള് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളാണ്. ഇസ്തിഹാദത്ത് ഉള്ളപ്പോൾ വുളൂഇന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നിസ്കാര സമയമായ ശേഷം രക്തം കഴുകി കളഞ്ഞ് പഞ്ഞി പോലെയുള്ളവ നിറച്ച് കെട്ടി വുളൂഅ് ചെയ്യണം. ഉടനെ വുളൂഅ് ചെയ്യണം. നമ്മൾ എന്തായതാണ് മുമ്പ് പഠിച്ചതാണ്. കുളി സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം? ഒരുപാട് കാര്യങ്ങളിൽ കുളി സുന്നത്തുണ്ട്. വളരെ നിസ്സാരമാണ്. നമുക്കൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ജുമുഅ, പെരുന്നാൾ നിസ്കാരത്തിന്, പെരുന്നാളിന്, ഗ്രഹണത്തിന്, ഇസ്തിസ്കാ എന്നീ നിസ്കാരങ്ങൾക്ക്, മയ്യത്ത് കുളിപ്പിച്ചവർക്ക്, മുസ്ലിമായാല്, ഭ്രാന്ത്, ബോധക്ഷയം എന്നിവ സുഖപ്പെട്ടാല്, മക്കയിലും മദീനയിലും പ്രവേശിക്കൽ കൊണ്ട്, അതുപോലെ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുമ്പോൾ, റമദാനിലെ എല്ലാ രാത്രികളിലും, ഈ പറയപ്പെട്ട എല്ലാ സമയത്തും കുളി സുന്നത്താണ്. അപ്പൊ കുളി സുന്നത്തായ രണ്ട് മൂന്നെണ്ണം ഒക്കെ പഠിച്ചേക്കുക, ഒരു അഞ്ചെണ്ണം ഒക്കെ പഠിച്ചേക്കുക. ചിലപ്പോ പട്ടികയിൽ തിരഞ്ഞെടുത്ത് എഴുതാനാവാം, അല്ലെങ്കിൽ മൂന്നെണ്ണം നാലെണ്ണൊക്കെ എഴുതാൻ വന്നാൽ നമ്മൾ പഠിച്ചാൽ എഴുതിയേക്കാൻ പറ്റും കേട്ടോ. അടുത്ത വ്യക്തമാക്കാനാണ്. ത്വഹാറത്തിന്റെ ശർഈയായ മഅ്ന എന്താന്നുള്ളത്. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ത്വഹാറത്ത് എന്ന് പറയുന്നത്. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതെല്ലാം? ജനാബത്ത്, ഹൈദ് അഥവാ ആർത്തവരക്തം, നിഫാസ് അഥവാ പ്രസവരക്തം, പിന്നെ വിലാദത്ത് പ്രസവിക്കൽ. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ്. അതുപോലെ ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം, ഇതൊക്കെ വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ് എന്തെല്ലാം? നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യല്, ജുമുഅയുടെ ഖുതുബ ഓതൽ, മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യല്, ഇവയെല്ലാം ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാല് ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായ സ്ത്രീകളിൽ നിന്നും പുറപ്പെടുന്ന രക്തത്തിനാണ് ഇസ്തിഹാദത്ത് എന്ന് പറയുന്നത്. ഹൈദ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ആർത്തവ രക്താണ്. നിഫാസ് എന്നാൽ പ്രസവരക്താണ്. ഇത് രണ്ടും അല്ലാതെ രോഗം കാരണം പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാദത്ത്. അബൂ ഹുബൈഷിന്റെ മകളുടെ ചോദ്യവും നബിയുടെ മറുപടിയും പാഠഭാഗത്ത് നോക്കി എന്താവുക? പഠിക്കുക. ചിലപ്പോൾ ചോദിക്കാം. നമുക്കറിയാം ഉബൈഷിന്റെ മകൾ ചോദിക്കുന്നത് യാ റസൂലല്ലാ ഇന്നി ഇംറഅത്തുൻ ഉസ്തഹാദു ഫലാ അത്ഹറു അഫാദഹു സ്വലാ എന്നാ ചോദിക്കണം. അപ്പൊ നബിയുടെ മറുപടി ഉണ്ട് ലാ ഇന്നമാ ദാലിക ഇർഖുൻ വലൈസ ബിഹൈദിൻ ഫഇദാ ഖബൽത ഖൈലതകി ഫദഇ സ്വലാത ഫഇദാ അദ്ബറത് ഫഅഗ്സിലി അൻകി ദമ സുമ്മ സല്ലി. അപ്പൊ പുസ്തകത്തിൽ നോക്കി പഠിക്കാം. ഇനി അവസാനമായിട്ട് ഉളുവ് സുന്നത്തായ 10 കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാവാം ഉളു എടുക്കൽ സുന്നത്താണ്. ഹദീസ് പാരായണം ചെയ്യാൻ ഉളു എടുക്കൽ സുന്നത്താണ്. ബാങ്ക് വിളിക്കാൻ ഉളു ചെയ്യൽ സുന്നത്താണ്. ഇഖാമത്ത് കൊടുക്കാൻ ഉളു ചെയ്യൽ സുന്നത്താണ്. ഖബർ സിയാറത്ത് ചെയ്യല്, ഉറങ്ങാൻ ഉദ്ദേശിച്ചാല്, പള്ളിയിൽ പ്രവേശിക്കാല്, സഅയ് ചെയ്യുമ്പോൾ, അറഫയിൽ നിൽക്കുമ്പോൾ, ജംറകളിൽ കല്ലെറിയുമ്പോൾ, ഈ അവസ്ഥകളിലൊക്കെ ഉളു ചെയ്യല് സുന്നത്താണ്. ഇൻഷാ അള്ളാ ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗം ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി 5, 7, 10 പ്ലസ് ടു ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങളുടെയും ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട പോയിന്റുകളും ആൻസർ ഷീറ്റുകളുമായി നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.